ഒരു റീൽസ് നമ്മളിങ്ങനെ കണ്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിൻ ഫോഗിങ്ങിന് കാരണമാണ്. ബ്രെയിൻ ഫോഗിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം ഒരു തവണ ഒരു സമയത്ത് ചെയ്യണം, അടുത്ത കാര്യം അടുത്ത തവണ ഇങ്ങനെ അറ്റ്യൂൺഡ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളപ്പം എന്താ ചെയ്യണം, നമ്മളിപ്പോൾ ഒരു റീല് കാണും, ടിക് ടക് ടക് അടുത്തത് പോകുന്നു, ടിക് ടക് ടക് അടുത്തത് പോകുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കുറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, സിമിക്ക് വേണം. ഇപ്പോൾ സിമി ഇപ്പോൾ പറയണം, ഓക്കെ ഞാനാണെങ്കിൽ ഇന്നൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങും. പക്ഷെ ആ കാര്യം ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ആ സെക്കൻഡ് നമ്മൾ അടുത്തയിലോട്ട് പോകും. അതെ, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പോട്ടെ ഒന്നുമല്ല ഒരു വെള്ളമെങ്കിലും കുടിക്കാൻ പോകും, അതിങ്ങോട്ട് വന്നു കഴിഞ്ഞു വീണ്ടും ഞാൻ ഇതല്ലല്ലോ ചെയ്യാൻ പോയി, ഞാൻ അടുത്ത ചെയ്തു, അതിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്തേക്ക് പോകും. ഇങ്ങനെ പോകുന്നത്. അപ്പം എങ്ങനെയാണോ നമ്മളൊരു മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും ഇപ്പോൾ മാറിയേക്കുന്നത്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി കോൾ ബ്രെയിൻ ഫോഗ്. അപ്പം അത് നമ്മളായിട്ട് തന്നെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ സ്ക്രീൻ കുറേ നേരം മാറ്റം നമ്മൾ ഈ ഒരു അഡിക്ഷനാണ്. ഇറ്റ്സ് എ ഹ്യൂജ് അഡിക്ഷൻ. അത് പതിയെ അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് എത്ര ഭയങ്കരമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറകോട്ടാവും, പ്രോക്രാസ്റ്റിനേഷൻ കൂടും. വേണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കൂല. അല്ല, ചില സമയം റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്തുനിന്ന് പുറത്തേക്ക് വന്ന പോലത്തെ ഒരു അവസ്ഥ. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഉള്ളിലേക്കായി പോകും റീൽസ്. സത്യം ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുമില്ല. നമ്മൾ അതിൽ നിന്നൊന്നും പല ആൾക്കാരും എന്നോട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ എന്താ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അതെന്താ അറിയോ? നമ്മളിപ്പം ഞാൻ എന്നെ പോലെ ഒരുപാട് പേരുടെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് നിങ്ങൾ അടുത്ത കാണുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് കാണുക, അത് കഴിഞ്ഞ് അടുത്തത് കാണുക. സോ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതില്ല. പകരം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, അതൊന്ന് പോസ് ചെയ്തു, നമ്മൾ അതിനെപ്പറ്റി എഴുതി വെച്ചു, മൊബൈൽ മാറ്റി വെച്ചു, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോയാൽ ഓക്കെ. പക്ഷെ അങ്ങനല്ലല്ലോ. അതെ, ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട്. ഒരുപക്ഷെ എന്നാലും മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടം പോലെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഒരുപാട്. ഒരു പക്ഷേ ഇപ്പം പേളി മാണി, ഡോക്ടർ മാണി പോൾ ഒക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ചേച്ചി സംസാരിക്കുന്നതും പേളി സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കണ്ടന്റ് ഒരു കണ്ടന്റ് ആയിരിക്കും. ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഓഡിയൻസ് ഇതിന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകാൻ? അല്ല, ആ മോട്ടിവേഷൻ എന്ത് പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വേറൊരു വീഡിയോയിലേക്ക് പോകാൻ, പക്ഷെ പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം. ഞാനാണെങ്കിൽ എൻ്റെ കരിയർ തുടങ്ങിയത് ഒരു റേഡിയോ സ്റ്റേഷനിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിലും സംസാരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾക്ക് ബോംബെയിൽ നിന്നൊരു ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. രവി അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ മുമ്പിൽ 40 സെക്കൻഡേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലൊരു കണ്ടന്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം. ഇവർ നിങ്ങളുടെ ടോക്ക് ഇംപ്രസീവ് അല്ലെങ്കിൽ, നിങ്ങളെ കേൾക്കാൻ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ അടുത്തയിലോട്ട് ട്യൂൺ ചെയ്യും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു കണ്ടന്റിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എടുത്ത് അത് എത്രയും നന്നായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും അത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട് ദ കണ്ടന്റ്. ഇപ്പം എത്രയോ മൂവീസിൽ നമ്മൾ നോക്കുമ്പം ആ മൂവീസിന്റെ ഒരു ചെറിയൊരു വൺലൈൻ ആയിരിക്കും, പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് പോർട്രേ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മേക്കിംഗ്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സംസാരത്തിന്റെയും കാര്യം.